ഹലോ, ഈ രാവിലെ തന്നെ ഇരുന്ന് ദിവാസ്വപ്നം കാണുക. പിള്ളേര് സ്കൂളിൽ പോയാ? അവര് പോയി. ഞാൻ ആലോചിക്കുക, ഇപ്പോഴായിരുന്നു സ്കൂളിൽ പോകേണ്ടിയിരുന്നത്. നീ എന്താ ഗീത പറയുന്നേ? നിങ്ങൾ ഇപ്പോഴും പഴഞ്ചനായി 18ാം നൂറ്റാണ്ടിൽ തന്നെ ഇരുന്നോ? ഇപ്പോഴത്തെ സ്കൂളൊക്കെ ഒന്ന് ചെന്ന് നോക്കണം. നമ്മുടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളില് നിങ്ങൾ അടുത്തെങ്ങാൻ പോയിനാ? ഇല്ല. നിങ്ങൾ ഇപ്പോഴും വാഴയിലയും ചൂടിച്ച് സ്കൂളിൽ പോയതും ആലോചിച്ചിരുന്നോ? ലോകമൊക്കെ മാറി മാഷേ. വിദേശ രാജ്യങ്ങളെ വരെ ബാക്കിലാക്കി മുക്കോ സ്കൂളൊക്കെ അങ്ങ് മാറി അന്താരാഷ്ട്ര ലെവലാ. എന്ന് പറഞ്ഞാല് രാവിലെ സ്കൂള് തുടങ്ങി വൈകുന്നേരം വരെയൂ, അതിനുശേഷം വേറെ വൈബ മാഷേ. പഠിപ്പും ആരോഗ്യവും കളിയും കലയും ഇപ്പം വേറെ ലെവലാ. മുക്കം ഹയർ സെക്കൻഡറി സ്കൂള് അത്രക്ക് മാറിയ? പിന്നല്ലാണ്ട്. ഇപ്പതാ കുട്ടികൾക്ക് ഫുട്ബോളിലും ക്രിക്കറ്റിലും ശ്രദ്ധ കൊടുത്തോണ്ട് പുതിയ ടർഫ് ഗ്രൗണ്ട് ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനവും നടക്കാൻ പോവുക. അത് ശരി. മുക്കം ഹയർ സെക്കൻഡറി സ്കൂള് എപ്പോ ഒരു പണത്തൊക്കെ മുന്നിൽ തന്നെയല്ലേ? പിന്നല്ലാതെ. ഇപ്പൊ ഒന്നുകൂടി പഠിക്കാൻ തോന്നുക. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. എയ്ഡഡ് സ്കൂളുകളുടെ ചരിത്രത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഡിസംബർ 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ സ്വാഗതമോതുന്ന വേദിയിൽ തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കായിക വഖഫ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഭാരതത്തിന്റെ അതുല്യനായ ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി നിർമ്മാണം പുരോഗമിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ ഭാഗമായ ഈ ടർഫ് ഗ്രൗണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമാണ്. ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.